ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ LDFനെ പിന്തുണച്ച് DMK സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പിന്തുണയ്ക്കുവാനുള്ള തീരുമാനം എടുത്തത്. LDF നേതാക്കൾ സമീപിച്ചതിനെ തുടർന്നാണ് പിന്തുണയ്ക്കുന്നതെന്നും DMK നേതാക്കൾ വ്യക്തമാക്കി. LDFനൊപ്പം പ്രചരണ രംഗത്തും സജീവമായി പ്രവർത്തിക്കാനാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ LDFനെ പിന്തുണയ്ക്കുമെന്ന് DMK സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് G. മോഹൻദാസ് പറഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനാണ് തീരുമാനം. ഇടുക്കിയിൽ ഇടത് നേതാക്കൾ പിന്തുണ ആവശ്യപ്പെട്ട് തങ്ങളെ സമീപിച്ചതുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്നും മോഹൻദാസ് പറഞ്ഞു. மாவட்ட செயலாளர் வர்கீஸ் அவர்களும் MM மணி அவர்களும் நம்மிடம் வந்து கூட்டணி குறித்து பேச்சுவார்த்தை நடத்தினார்கள். அதனடுத்து நாங்கள் இப்பொழுது இந்த கூட்டத்தில் மாவட்ட நிர்வாகிகளிடம் ஆலோசனை செய்து ஒரு தீர்மானத்திற்கு எடுக்கப்பட்டுள்ளது. இந்த தீர்மானத்தின் அடிസ്ഥാനത്തിൽ LDF கூட்டணிக்கு ஒத்துழைப்பு கொடுப்பதாக தீர்மானம் ஒருமனதாக நிறைவேற்றப்பட்டுள்ளது. ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം DMK നേതൃത്വത്തെ അറിയിക്കുകയും LDFനെ പിന്തുണയ്ക്കുന്നതിൽ ഔദ്യോഗിക തീരുമാനം ഉണ്ടായതായും സംസ്ഥാന പ്രസീഡിംഗ് പ്രസിഡന്റ് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ DMKക്ക് 22,000 അംഗങ്ങളാണ് ഉള്ളതെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. അംഗത്വം എടുക്കാത്ത പ്രവർത്തകരെയും ചേർത്ത് 1,00,000-ന് മുകളിൽ അനുഭാവികൾ ഉണ്ടെന്നാണ് DMK ജില്ലാ നേതൃത്വത്തിന്റെ അവകാശവാദം. മുൻപ് ദേവികുളം മണ്ഡലത്തിൽ മത്സരിച്ച ADMK ഇത്തവണ ചിത്രത്തിലില്ല. തമിഴ്നാട് ഘടകത്തിലെ പിളർപ്പാണ് ADMK ഇടുക്കി ജില്ലാ ഘടകത്തിനും തിരിച്ചടിയായത്. അതിർത്തി ഗ്രാമങ്ങളിലെ തമിഴ് വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുമെന്നാണ് DMK നേതാക്കളുടെ വിശ്വാസം. അടുത്ത ദിവസം മുതൽ LDFനൊപ്പം പ്രചാരണ രംഗത്തും സജീവമാകാനാണ് DMKയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.